നമ്മൾക്ക് ചില കാര്യങ്ങൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അന്ന് എനിക്ക് ചില കാര്യങ്ങളിൽ പറ്റാതിരുന്നത് കൊണ്ട് ചില കാര്യങ്ങളെ കാണുന്ന കാഴ്ചപ്പാടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലെൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും അതിനുശേഷമുള്ള ഇന്റർവ്യൂവിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, അതിനെ ഡീൽ ചെയ്യുന്ന വിധത്തിന് മാറി എന്നുള്ളതാണ്. എന്ന് വെച്ച് അന്ന് നടന്ന കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഒരാളുടെ ഭാഗത്തും ഇല്ല എന്നുള്ളതല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ നമ്മളിപ്പോൾ ഇത്തിരിയും കൂടെ പക്വതപൂർവ്വം ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഇപ്പം കുറേയും കൂടെ കോൺഷ്യസ് ആണ്. സെലക്ഷൻ പ്രോസസ്സിൽ നല്ല പ്രൊഡക്ഷൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണുള്ളൂ. പിന്നെ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐഡിയലിസ്റ്റിക് മാത്രമായിരുന്നു. അതായത് നല്ല തിരക്കഥ ഉണ്ടെങ്കിൽ നല്ല സിനിമയാവും എന്നുള്ള ചിന്ത, ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഒക്കെയാണ് നമ്മളെ ചില പുതിയ പുതിയ ആൾക്കാരെയൊക്കെ നമ്മൾ പോയി പെടുന്നത്. പക്ഷെ പിന്നീട് അവരായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന ഒരസലുകൾ. പക്ഷെ അത് വേറെ രീതിയിൽ ചിലപ്പോൾ പ്രൊജക്ട് ചെയ്യപ്പെടുകയും ചെയ്യാം. ഇപ്പൊ നടന്നത് ചിലപ്പോൾ ഒരു 10 ആണെങ്കിൽ 100 നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മീഡിയയുടെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ മീഡിയ ഇതിനെ പല രീതിയിൽ പലരും ഇന്റർപ്രറ്റ് ചെയ്യും. ഇപ്പൊ ഒരാൾക്ക് ഒരു ഭാവനയിൽ ഉണ്ടാവും, അപ്പൊ അതിനനുസരിച്ചൊരു കമന്റ് ഒരാൾ ആ ഭാവനയിൽ ഇടും. അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് വേറെ പറയാത്ത, അപ്പൊ നടന്നത് എന്ത്, ഇവിടെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് എന്തെന്ന് പറഞ്ഞൊരു വിഷയം കൂടെ ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഷെയ്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഷെയ്ൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കും. അപ്പോൾ ഷെയ്നെ കുറിച്ച് എല്ലാവരും ഈ കേട്ടറിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഏകദേശം 55 ദിവസം അല്ല 45-50 ദിവസം ഉണ്ടായിരുന്നു. ആ ലൊക്കേഷനിൽ നമുക്ക്, ഞാൻ ഈ പടത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഷെയ്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മളവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് വളരെയധികം പ്രോംപ്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് വരുന്നു. സെറ്റിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ എൻ്റെ ഇൻഡിവിജ്വലായിട്ട് പറയണേ, എന്നോട് വളരെയധികം ബഹുമാനത്തോടെ സംസാരിക്കുന്നു, ഇടപഴകുന്നു. ഞങ്ങളോട് എല്ലാവരോടും, ഞങ്ങൾ ഈ ഫുൾ ക്രൂവിനോടും വളരെയധികം ബഹുമാനത്തോടെയും അതുപോലെ തന്നെ നമുക്കൊരു സ്പേസ് തന്നുകൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം നമ്മൾ കഴിക്കടാ ഇത് ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെ കുറിച്ച് കേട്ടത് എന്നാണ് നോക്കുക. അപ്പം ഞാൻ പറയുന്നത്, ഈ ആളുകൾ ഈ കേൾവികൾ വിശ്വസിക്കാതിരിക്കുക. നമുക്ക് അനുഭവപ്പെടുമ്പോഴാണത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഇത്രയും ഇതായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകാതെ, നമുക്ക് ആകപ്പാടെ ലൊക്കേഷനിൽ പ്രോബ്ലം ഉണ്ടാക്കിയത് പ്രകൃതിയാണ്. മഴയായിരുന്നു. സിനിമ തുടങ്ങി അന്ന് തൊട്ട് തീരുന്ന വരെ മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മറ്റൊരു രീതിയിൽ അതൊരു അനുഗ്രഹമായി. നമ്മുടെ വിഷ്വലൈസേഷൻ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ടോൺ നമുക്ക് അത് കിട്ടിയത്. അത് അറിഞ്ഞറിയാതെ അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ ഷോബ് ചേട്ടൻ പറഞ്ഞ പോലെ ഈ സെറ്റിലേക്ക് ഷെയ്ൻ വരുമ്പോൾ ഓൾമോസ്റ്റ് ദ ടീം ഈസ് ന്യൂ. അപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഷെയ്നായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ പല ഇപ്പൊ പറഞ്ഞ പോലെയൊക്കെ കേട്ടിരിക്കുന്നത് എന്താവും, കംഫർട്ടബിൾ ആവുക എന്നുള്ളത്. പക്ഷെ മോസ്റ്റ് കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര ലൈക്ക് ഭയങ്കര എൻജോയബിൾ. നമ്മളിപ്പോ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോഴേക്കും ആരാണ് ഹീറോ, അത് ഇന്ന ആളാ. അപ്പോൾ ഈ നമ്മളോട് പറയുന്നവരെയാ, അവരും കേട്ടറിവ് വെച്ചിട്ടാണ് പറയുന്നത്. അവർക്കും അനുഭവം ഉണ്ടായിട്ടല്ല, അവരും കേട്ടറിവ് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത്, ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ വന്ന് നമ്മൾ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു പ്രോബ്ലം. അതാണ് പ്രശ്നം. അനുഭവസ്ഥര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതാ ഞാൻ പറഞ്ഞത്, വി ക്യാൻ ഇമേജ്. ഞാനിത് പറയണത് നിങ്ങൾ അടിവര ഇട്ട് വെച്ചു. നമുക്കൊരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു PR മാത്രം മതി. നമുക്കൊരാളെ ഉയർത്തണമെന്നുണ്ടെങ്കിലും നല്ലൊരു PR മാത്രം മതി. നമുക്കിപ്പോൾ ഒരു 10 നമ്മുടെ മെറിറ്റെങ്കിൽ 100 കാണിക്കാൻ, ഇത് 100 കണ്ടാലാണ് ഓക്കെ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. നമ്മുടെ 10 എന്തെങ്കിലും കാലത്ത് വരുമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു സ്പേസ്. അതെന്ന് വേറൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഹൈദരാബാദ് പോയപ്പോൾ ഒരു പ്രോമിനന്റ് ക്യാമറമാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തെലുങ്കിലും വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 2 കൊല്ലമായിട്ട് ഷെയ്ൻ്റെ കോണ്ടാക്ട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലാണ്. അയാൾക്കൊരു പടം പ്ലാൻ ചെയ്യാൻ വേണ്ടി 2 കൊല്ലമായിട്ട് ഇവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുടെ അടുത്തും എൻ്റെ നമ്പർ ചോദിച്ചിട്ട് കിട്ടിയില്ലാണ്. കൊടുക്കാത്തതാണോ കിട്ടാത്ത? പിന്നെ എൻ്റെ നമ്പർ കിട്ടാൻ എത്ര എൻ്റെ വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ടീം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, നമ്പർ ചോദിക്കുമ്പോൾ അവരോട് പറയാം അയ്യോ വേണ്ട. ഇതാണ് അതിനകത്ത് സംഭവം. ഞാൻ പറയുന്നത്, എനിക്കിതിനകത്ത് ഞാൻ പറയുന്നത്, നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരൊന്നും അല്ല. നമ്മൾ എല്ലാവർക്കും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്.
പക്ഷെ ചിലരുടെ പ്രശ്നങ്ങൾ മാത്രം എന്തുകൊണ്ട് പ്രൊജക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം. ഷെയ്ൻ ഒരു ഏതൊരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് തോന്നിയത് എനിക്കെതിരെ ഒരു ടീം അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു ടീമോ അല്ലെങ്കിൽ ഒരു ടീം എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ടീം ഉണ്ടെന്നുള്ളതല്ല, ഇതെല്ലാം ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫാക്ട്സ് ആണ്, എന്റെ ലൈഫിൽ അനുഭവിച്ചു. ഇതൊന്നും ഞാൻ പറയണ ഒരു ടീമിൽ നമുക്ക് മനസ്സിലാക്കാലോ ആരൊക്കെയോ എന്തൊക്കെയോ എവിടത്തെ നിന്നൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആവണമെന്നില്ല. അതിങ്ങനെ ഈ പറഞ്ഞ മാതിരി ഒരാൾ പറഞ്ഞ അടുത്ത ആള് കേട്ടു, അടുത്ത ആൾ അങ്ങനെ 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 ഇപ്പൊ നമ്മളോട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുൻധാരണയിലുള്ള ഒരു ചിന്താഗതിയായിരിക്കും. മെയിൻ മുൻധാരണയാണ് ഇയാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു ചിന്താഗതിയായിരിക്കും. അത് ഈ ആരൊക്കെ കൂടി ഉണ്ടാക്കി വെച്ചൊരു സാധനത്തിൽ നിന്ന് അങ്ങനെ ഈ പറഞ്ഞ ഒരു PR വർക്ക് അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ ഷെയ്ൻ സിനിമയിലേക്ക് വന്ന സമയത്ത് ആരെങ്കിലും ഒരു ഷെയ്ന്റെ വളർച്ചയിൽ ഒരു പേടി അങ്ങനെയൊക്കെ ചിലപ്പോ ഞങ്ങൾ ഈ പടം ചെയ്തപ്പോ എന്നോട് കുറെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എന്നോട് കുറെ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്രയും ഷെയ്നാണ് ഷൂട്ടിൽ നിങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ടോന്നൊക്കെ. ഇല്ല, അഭിനയിക്കാൻ വരുന്നതിന് മുമ്പും അഭിനയിച്ചതിന് ശേഷവും ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരോട് എന്തോ ഒരു മറ്റേ ട്രോപ്പ് ഞങ്ങൾ അതേസമയം നമ്മുടെ ടീം ചോദിക്കുന്നത് എന്താണെന്നറിയോ, ദൃഢം പോലത്തെ ഒരു പടം ഇനി എന്നാന്നാണ് എല്ലാവരും ഫോൺ ചെയ്യുന്നത്. ലൊക്കേഷൻ അതേപോലെ പിന്നെ ഒരു ലൊക്കേഷനിലും ആ വൈബ് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും. ഞങ്ങൾ നന്ദനുണ്ണി, വിനോദ് ബോസ്, ഒരു ടീമുണ്ട് കോട്ടയം രമേശ് ചേട്ടൻ, കൃഷ്ണപ്രഭ, ഇവരെല്ലാവരും. അപ്പൊ ഇവരൊക്കെ എങ്ങനെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ ഇടയ്ക്ക് വിളിക്കുമോ ചേട്ടാ അതുപോലത്തെ ഒരു പടം പിന്നെ ചെയ്യാൻ. നമ്മൾ ശരിക്കും ഒരു എന്താ പറയാ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. അതെ, അങ്ങനെ വേണം പറയാനായിട്ട്. നല്ലൊരു വൈബായിരുന്നു. അതെ, ഞങ്ങള് എന്താ പറയാ നമ്മള് കുക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ പറഞ്ഞ എനിക്ക് ശോഭിച്ചേട്ടൻ ഫുഡൊക്കെ കൊണ്ടുവരാൻ ഞാനല്ല എന്റെ വൈഫ് കുക്ക് ചെയ്യായിരുന്നു. അപ്പോ ഈ പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ച് മടുക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും കുക്ക് ചെയ്ത് എല്ലാവരും വിളിച്ചിട്ട് ഫുഡ് കൊടുക്കും. അല്ല, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ചക്ക മാങ്ങ കാലഘട്ടമായിരുന്നു. ഇതിന്റെ ആളെന്ന് പറഞ്ഞ ദിനേശാ. ദിനേശ് എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ വൈഫ് കുക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ദിനേശ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങളെല്ലാം ഒന്നിച്ചാ താമസിക്കും. അപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്കും ഓരോ ദിവസവും ഓരോരോ ഐറ്റം ആവും. പാൽക്കപ്പ, മീൻകറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടിപൊളിയായിരുന്നു മീൻകറി. പിന്നെ ഇതുപോലെ പലതരം മാങ്ങകള്, ചാമ്പക്ക, ഇതുപോലെ എന്താണ് ഓരോരുത്തരുടെ പറമ്പിൽ അവരോട് ചോദിക്കുന്നു പറയുന്നു. ലൊക്കേഷനിൽ പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ മാങ്ങ, ചക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സംവിധായകൻ മാർട്ടിൻ വൈകുന്നേരം ആകുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ചേട്ടാ ഇന്ന് എന്താ സ്പെഷ്യൽ? എന്തിനാണെന്നറിയോ? പ്രൊഡക്ഷൻ ഫുഡ് വേണമെന്ന് അവിടെ വന്നിട്ടേ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം കൊഞ്ച് കിട്ടി. അപ്പൊ കൊഞ്ച് നമ്മള് കൊഞ്ചുമോളി ഉണ്ടാക്കി. അപ്പൊ അത് ഞാൻ ഷെയ്നോട് ചോദിച്ചു, ഷെയ്ൻ കുറച്ച് കൊഞ്ചുമോളി ഉണ്ട് കൊണ്ടിട്ട്. ഇല്ല, എനിക്ക് അലർജിയാണ്, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ല, കുറച്ചൊന്ന് കഴിച്ചു നോക്ക്, ചിലപ്പോ ഇഷ്ടപ്പെട്ടാലോ. ഈ അലർജി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ സമയത്ത് കഴിച്ച കൊഞ്ചിന്റെ പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു. ശരി കേട്ടോ, എന്നാലും കുറച്ച് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പാത്രത്തിലാക്കി ഇത് കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി അത് മൊത്തം കഴിച്ചു. അലർജി വന്നോ? ഇല്ല. അത് കൂടാതെ പാട്ട് പാടല്, ഊണോ കളിക്കല്. ചിലപ്പോ മഴ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും, എന്നപ്പോ പാട്ട് പാടാം. അപ്പൊ ഞങ്ങൾ പാട്ട് പാടുന്നു, ഊനോ കളിക്കുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു. സെറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഓരോരുത്തർ ഫോൺ ചെയ്തിട്ട് അതെ ആകെ പ്രശ്നമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോ ഇല്ലേ നമ്മള് കഥയിലാണ് പ്രശ്നങ്ങളുള്ളത്. സിനിമയുടെ പുറത്തുനിന്ന് ആൾക്കാർക്ക് നോക്കുമ്പോ അവിടെ എന്തോ ഭയങ്കര പ്രശ്നമാണ്, അവിടെ ഷൂട്ടിംഗ് നടക്കണ്ടാവില്ല. നമ്മള് ശരിക്കും ഈ ലൊക്കേഷന് പഴയ കാലം, അത് പഴയ പണ്ടത്തെ ഈ കാരവൻ സംസ്കാരം വരുന്നതിന് മുമ്പുള്ള ആ ഇതിലേക്ക് നമ്മൾ വിത്ത് കാരവാൻ നമ്മൾ കൊണ്ടുപോയി. കാരണം നമ്മളെ ആദ്യം വന്ന സമയത്ത് കാരവാനിലെ ഒരു പോർഷനിൽ ഞങ്ങൾ, ഇപ്പുറത്തെ പോർഷനിൽ ഫീമെയിൽ ഇരിക്കുന്നു, 2 പോർഷനാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നടുക്കത്തെ ഡോറങ്ങ് ഓപ്പണായി. നമ്മള് എല്ലാവരും ഒന്നിച്ചായി. ആ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് കരോക്കെ, ഗാനമേള, യൂണോ കളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആക്ടേഴ്സ് മാത്രമല്ല, നമ്മുടെ ഡയറക്ഷൻ ടീമും വരും, നമ്മുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, എല്ലാവരുമായിട്ടൊരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയത്. അതുകൊണ്ടാണ് ഈ ടീം അംഗങ്ങൾ ഫോൺ ചോദിക്കുന്നത്, ഇനി അതുപോലത്തെ ഒരു പടം എന്നാ ചേട്ടാ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട്. അപ്പോഴാണ് വേറെ കോൾ ഇൻഡസ്ട്രി ചെയ്യുന്നത്, അവിടെ ഷൂട്ടും എല്ലാം നടന്നു. അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ ഒരു മുൻധാരണയുടെ പേരിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അത് സ്വയം എക്സ്പീരിയൻസിലൂടെ ആളുകൾ അത് മനസ്സിലാക്കട്ടെ. പിന്നെ കാലം മാറി വരും, ടൈം, ഓരോ സംഭവങ്ങളുണ്ടല്ലോ ഇതിന് ഒരു സമയമാണത്. നമ്മൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഒരു സിമ്പിൾ പടമാണ് നമ്മളുടെ പരിപാടി ദൃഢം എന്ന് പറഞ്ഞത്. ഒരു
എന്താ പറയുക, ഫാമിലി ആയിട്ടും എന്താ ജെൻസിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു മൂവിയാണ്.